തമിഴ്നാട്ടിലേക്കാണ്, വിജയിലേക്കാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തൻ്റെ അവസാന ചിത്രമാണ് ജനനായകൻ എന്ന് പറയുകയുണ്ടായിരുന്നു. ആ ജനനായകൻ്റെ റിലീസ് വൈകുന്നതും അതിൻ്റെ വിവാദങ്ങളും നമുക്കറിയാവുന്നതായിരുന്നു. റിലീസിൽ സെൻസർ ബോർഡ് ഇടപെടുകയും പിന്നീട് ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികളും നടക്കുകയാണ്. ഇതുവരെ പൊങ്കൽ റിലീസ് തീരുമാനിച്ചിരുന്നായിരുന്നു, ഇതുവരെ നടന്നുമില്ല. ഇപ്പോൾ ശേഷം തമിഴ്നാട് രാഷ്ട്രീയ ചൂടിലാണ്. തമിഴക വെട്രിക്കഴകത്തിൻ്റെ നേതാവ് കൂടിയിട്ടാണ് വിജയ്. ഇപ്പോഴിത് ആ ചിത്രം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ, വിവിധ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ അതിൻ്റെ ആദ്യത്തെ 5 ഭാഗമായിരുന്നു ആദ്യം പ്രചരിച്ചത്. പിന്നീട് അതിൻ്റെ മുഴുവൻ ഭാഗവും HD ക്വാളിറ്റിയിൽ വലിയ രീതിയിലുള്ള വ്യാജ പതിപ്പുകൾ പ്രചരിക്കുകയാണ്. ഇതിനെതിരെ തമിഴക വെട്രിക്കഴകം അല്ലെ വിജയ്, അതുകൂടാതെ നിർമ്മാതാക്കൾ അവരടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഇതാരും ഡൗൺലോഡ് ചെയ്യരുത്, കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അല്ലെ അതിൽ ഉയർന്നിരുന്ന വിമർശനങ്ങളൊക്കെ അന്നേ ചർച്ച ചെയ്യായിരുന്നേ, സെൻസർ ബോർഡ് ഇടപെട്ട സമയത്ത് തന്നെ ചർച്ച ചെയ്യായിരുന്നായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ആ ചിത്രം ഇത്തരത്തിൽ വ്യാജ രീതിയിൽ പ്രചരിക്കുന്നത് വിജയ് കൂടിയിട്ട് അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കഥകൾ കൂടിയിട്ട് വരുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ. ജിമ്മി, തമിഴ്നാട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ്. TVK അവിടെ നിരവധി മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന വിജയ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രം, അവസാന ചിത്രം എന്ന് പറയുന്നത് വ്യാജ പതിപ്പുകൾ ഇറങ്ങുകയും പ്രചരിക്കുകയും ചെയ്യുന്നു. വിജയ് അറിഞ്ഞുകൊണ്ട് 500 കോടിയോളമാണ് അതിൻ്റെ ഒരു മുതൽ മുടക്കെന്നാണ് പറയപ്പെടുന്നത്. അത്തരം ഒരു നീക്കത്തിന് കൂട്ടു നിൽക്കുക, അത്തരം കഥകൾ വിശ്വസനീയമാണോ? അത് ഊഹത്തിന് വിടുകയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വളരെ ഗൗരവമായ അഭിപ്രായ സർവേകൾ അവിടെ ഇതുവരെ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇതുവരെ ഇറങ്ങിയ അഭിപ്രായ സർവേകൾ DMK കഴിഞ്ഞാൽ AIDMK അല്ല, തമിഴ് വെട്രിക്കഴകമാണ് 2ാം സ്ഥാനത്ത്. MGRന് പോലും പറ്റാത്ത ഒരു വലിയ തരംഗത്തിലേക്കാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. തമിഴ്നാട് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വിജയുടെ പരിപാടികൾക്ക് മുഴുവൻ നിയന്ത്രണം ഉണ്ടായിരുന്ന ഈ മറ്റേ സംഭവത്തിന് ശേഷം, വലിയ സ്റ്റാമ്പീഡിന് ശേഷം, തമിഴ്നാട്ടിലെ ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം വിജയുടെ സംഘടനയ്ക്ക് പരിപാടി നടത്താൻ പരിപൂർണ അവസരമുണ്ട്. വൻ ജനമാണ്. എന്നോട് അടുത്തൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്, നമുക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ജനം ഇങ്ങനെ കടലുപോലെ വന്ന് ഒഴുകി മറിയുകയാണ്. അത്ര വലിയൊരു ജനസഞ്ചയം. ഇപ്പോൾ തന്നെ അഭിപ്രായ സർവേകളിൽ 2ാം സ്ഥാനം എന്ന് പറയപ്പെടുന്നു. തമിഴ്നാടിൻ്റെ ചരിത്രത്തിലില്ലാത്തൊരു സാധനം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ DMK സർക്കാർ, DMK ക്യാമ്പ് മ്ലാനതയിലാണ് എന്നാണ് പറയുന്നത്. എങ്ങാനും ഈ തരംഗം, തമിഴ്നാടാണ്, തരംഗങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത സ്ഥലമാണ്, എങ്ങാനും വിജയുടെ പാർട്ടി 1ാം സ്ഥാനം എത്തുമോ എന്ന് പോലും സംശയിക്കുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം. നമ്മൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാരണം അങ്ങോട്ട് ശ്രദ്ധ പോകാത്തതാണ്. അങ്ങനൊരു സാഹചര്യം അവിടെയുണ്ട്. അവിടെ ഈ സിനിമ റിലീസാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് രണ്ടാമതിലേക്ക് കിടക്കാം. ഈ വിജയുടെ പരിപാടി, വിജയ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. 2 മണ്ഡലങ്ങൾ, ഒന്നൊരു ആംഗ്ലോ ഇന്ത്യൻ വോട്ടുകൾക്ക് കുറച്ചുള്ള, വേറൊരു മണ്ഡലത്തിൽ മൈനോറിറ്റി വോട്ടുകൾ കുറച്ചുള്ള, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ആണെന്തോ ഉള്ള സ്ഥലം. അവിടെ വിജയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ജോസഫ് വിജയ് എന്ന് പറഞ്ഞ് തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയവും അറിയാം വിജയ്ക്ക്. ജോസഫ് വിജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഞാൻ മത്സരിക്കാൻ പോവാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൃത്യമായി കളി അറിയാവുന്ന, കൃത്യമായ പൊളിറ്റീഷ്യനായി വിജയെ പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ മൂവ് ചെയ്യാണ്. ഈ വരുന്ന ജനം മുഴുവൻ ചെറുപ്പക്കാരാണ്. നേരത്തെ വിജയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന പോലെ തന്നെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അത് വോട്ടായി മാറുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് പലർക്കും സംശയം. ഈ താരത്തെ കാണാൻ വരുന്നതാണോ? ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സ് വരുമ്പോൾ ചെറുപ്പക്കാരായി കണക്കാക്കാമെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഈ വരുന്ന ജനം മുഴുവൻ. ഇത് സ്പ്ലിറ്റായി പോകുമോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ വലിയ ജനമാണ്. പൊളിറ്റിക്സിൻ്റെ ബാലപാഠങ്ങളിൽ കൈവച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ സാധനം കൊണ്ടുപോകുന്നു. ആ സ്റ്റാമ്പേഡിന് ശേഷമുള്ള വലിയ തിരിച്ചടിയിൽ നിന്ന് വിജയ് തിരിച്ചു വരുന്നു. ക്യാമ്പയിൻ ശക്തമാകുന്നു. ഇതൊക്കെ ഇരിക്കെ ഈ പടം ഒരു കാര്യമാണ്, ഈ പടം റിലീസാവുന്നില്ല, ഒരു സ്പൂഫ് പടവും ഇന്ന് റിലീസാവുന്നുണ്ട്. അത് തമിഴ്നാട് 2026 എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? വിജയ് കളിയാക്കിയുള്ള പടമാണ്. ഇത്രയും സാഹചര്യത്തിലിരിക്കെ 500 കോടിയാണ് പടത്തിൻ്റെ ചിലവ്, അതൊക്കെ ശരി. ഇത് വിജയ് തന്നെ റിലീസ് ചെയ്ത് ആയിക്കൂടെ? ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ജനങ്ങളെ ഇളക്കി മറിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇളക്കി മറിക്കേണ്ട ഒരു പടം പെട്ടിയിലിരിക്കുകയാണ്. ആ പെട്ടിയിലിരിക്കുന്നതിൻ്റെ കഥ കൂടെ പറയാം, വളരെ തമാശയാണ്. ആദ്യം ഈ സെൻസർ ബോർഡ് അനുമതി നിഷേധിക്കുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് കുരുങ്ങി നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും കോടതിയിൽ പോയി മത്സരം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവർ തന്നെ കോടതിയിൽ നിന്ന് പിന്മാറുന്നു. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരികയാണ്. അപ്പോൾ എന്താ ചെയ്തത്? അപ്പം സെൻസർ ബോർഡ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യട്ടെ. അത് പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാകുമോ എന്നറിയില്ല. പക്ഷേ ഓൺ റെക്കോർഡ് സെൻസർ ബോർഡ് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ തീരുമാനമെടുക്കണമെന്ന് സാധനം ഫോർവേഡ് ചെയ്തിട്ടുമില്ല. അങ്ങനെ വിജയെ കുരുക്കിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് വിജയുടെ പടം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരായിരിക്കണം? അത് വിജയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് തമിഴ് റോക്കേഴ്സിൻ്റെ ഈ CD കൊണ്ട്, ഈ
പടത്തിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് കൊടുത്തത്, ഇതിൻ്റെ തമ്പ് കൊണ്ട് കൊടുത്തത് മിക്കവാറും വിജയ് തന്നെ ആയിരിക്കും. എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ് പുറത്തു പോയത്. അവിടെ തന്നെ ആയിരിക്കാനാണ് സാധ്യത, സാഹചര്യം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്ത അതിനേക്കാൾ വലുത്. അതുകൊണ്ടാണ് ഒരു കൗണ്ടർ പടം ഇറങ്ങുന്നു. വിജയുടെ റാലികളിൽ വലിയ ജനവും വിജയ് 2ാം സ്ഥാനം എന്ന് അഭിപ്രായ സർവേകൾ അത്ര വിശ്വസനീയമാണെന്ന് പറയുന്നില്ല. സീരിയസ് ആയിട്ടുള്ള ആരും ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഉള്ളവർ പോലും പറയുന്നു. യെസ് ആജിംസ്, ഇതിൽ മറ്റൊന്ന്, ഇതിൻ്റെ OTT റൈറ്റ്സിൽ നിന്ന് ആമസോൺ പ്രൈം പിന്മാറി എന്നുള്ള വാർത്തകൾ വരുന്നു. പിന്നെ തമിഴ് സിനിമാ ലോകത്തേക്ക് പറയുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ നിർമ്മാതാവിന് നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയ് അവിടെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ആ നിർമ്മാതാവിൻ്റെ നഷ്ടം നികത്താൻ വേണ്ടി അയാൾക്ക് വേണ്ടിയിട്ട് വിജയ് മറ്റൊരു പടം ചെയ്യാൻ തയ്യാറാകണം. അപ്പോൾ ഇതെല്ലാം ഈ ഒരൊറ്റ ഇതിലൂടെ സാധിക്കാൻ പറ്റുമല്ലോ. വിജയ് ഇനി എങ്ങാനും തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനോ അല്ലെ ആഗ്രഹിച്ച തരത്തിലുള്ള വിജയം നേടാനോ കഴിഞ്ഞില്ലെങ്കിൽ ആ നിർമ്മാതാവിനെ ആശ്വസിപ്പിക്കാൻ എന്നതും വേറൊരു ചിത്രത്തിൽ അഭിനയിക്ക് കൂടിയിട്ട് ഇതിന് പകരമായിട്ട്. അപ്പോൾ ഇതെല്ലാം അത്തരത്തിലൊരു ഓപ്പറേഷൻ്റെ ഭാഗം കൂടിയിട്ടാണ്. ഇത് ഓപ്പറേഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിലുള്ള വിജയുടെ ഓപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനുവരിയിൽ റിലീസ് ചെയ്യായിരുന്നതാണ്. ജനുവരിയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് വരും. അപ്പോഴേക്കും ആ പടം ഒരു തരംഗം ഉണ്ടാക്കും എന്നുള്ളതാണ്. ആ പടത്തിൻ്റെ ഞാൻ ട്രെയിലർ കണ്ടു നോക്കി. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് എക്സസീവ് വയലൻസ് അതിലുണ്ടെന്ന് നമുക്ക് തോന്നും. അതിന് കാരണം ഈ ആനിമൽ സിനിമയിലൊക്കെ പോലെ തന്നെ വയലൻസ് ഉള്ളൊരു സിനിമയാണത്. ബോബി ഡിയോളാണ് ഇതിലും വില്ലൻ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആദ്യം ഇതിന് അനുമതി കൊടുത്തതാണ്. 16+ കാറ്റഗറിയിൽ ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. പിന്നെ അത് റീകോൾ ചെയ്യുകയാണ് അവർ ചെയ്തത്. റീകോൾ ചെയ്യാൻ കാരണം ആ സെൻസർ ബോർഡിലൊരു അംഗം ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കത്തയക്കുകയാണ് ചെയ്തത്. പിന്നെയാണത് നിഷേധിക്കപ്പെടുന്നത്. അതിൽ നിഷേധിക്കപ്പെടാനുള്ള കാരണം വളരെ വളരെ ഉപരിപ്ലവമായ കാരണങ്ങളാണ്. ഒന്ന്, സൈന്യത്തിൻ്റെ അനുമതിയില്ലാതെ സൈന്യത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ നിർബന്ധമുണ്ടോ? സൈന്യത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് എത്രയോ സിനിമകളിൽ സൈന്യത്തെ കാണിക്കുന്നുണ്ട്, സൈനിക ജനറൽമാരെ കാണിക്കുന്നുണ്ട്, സൈനിക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ സൈന്യത്തിൻ്റെ അനുമതി വാങ്ങണം എന്നുള്ളത് എവിടെയാണ്, എന്താണ് അതിൽ? അപ്പോൾ ഈ സിനിമ ഇറങ്ങരുത് എന്ന് ടോപ്പ് ബ്രാസിൽ ആരോ തീരുമാനിച്ചിട്ടുണ്ട്. അതാരാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സമീപകാലത്തെ സെൻസർ ബോർഡിൻ്റെ ബിഹേവിയർ പരിശോധിച്ചാൽ അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായൊരു സിനിമയും ഇറങ്ങാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഈ സിനിമ മതസമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കാരണമൊന്നും ചൂണ്ടിക്കാട്ടുന്നില്ല അവർ. അങ്ങനെ എന്തെങ്കിലും സാധാരണ തമിഴ് സിനിമകളിൽ അത്തരം പരാമർശങ്ങളില്ല എന്ന് തന്നെ പറയാം. മലയാള സിനിമയിലുള്ളതുപോലെ പോലും തമിഴ് സിനിമയിലില്ല. പിന്നെ എങ്ങനെയാണ് അവരത് കണ്ടെത്തിയത് നമുക്കറിയില്ല. അപ്പോൾ സട്ടിലായിട്ടുള്ള രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും വിജയുടെ പഴയ ഇതുവരെയുള്ള സിനിമകളിൽ അതുണ്ട്. പക്ഷേ ഇതിലും അങ്ങനെ പരസ്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന ഒന്നല്ല. രാഷ്ട്രീയക്കാർക്കെതിരെ, രാഷ്ട്രീയത്തിലെ അഴിമതിക്കെതിരെ, ബ്യൂറോക്രസിക്കെതിരെയൊക്കെയാണ് അതിൻ്റെ സന്ദേശം എന്നാണ്, മെസ്സേജ് എന്നാണ് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇനി എന്തോ ആവട്ടെ, ഈ CBFC ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാനുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യമാണെങ്കിൽ വിജയുടെ പാർട്ടി ആർക്കാണ് ഭീഷണി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം നമുക്കറിയാം AIDMK ജയലളിതയുടെ മരണത്തിന് ശേഷം അത് ഒരു ഡിക്ലൈനിങ് സ്റ്റൈലാണ്. ആ പാർട്ടി ഇല്ലാതാവാൻ പോവാണ്. ആ പാർട്ടി ഇല്ലാതാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? AIDMK പല ഘട്ടങ്ങളിൽ BJPയുമായി കൈകോർത്തു എന്നുള്ളതാണ്. AIDMKയുടെ തന്നെ പ്രവർത്തകർ, കോയമ്പത്തൂരുള്ള നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള AIDMK പ്രാദേശിക നേതാവാണ്. അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടി തകരാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് BJPയുടെ കൈകോർത്താണ്. കാരണം BJP തമിഴ് കൾച്ചറിന് പറ്റിയൊരു പാർട്ടിയല്ല. അതിനെ റിജക്റ്റ് ചെയ്യുന്നു തമിഴ്നാട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആഘാതം ഞങ്ങൾക്കാണ് കേൾക്കേണ്ടി വരുന്നത്. ഞങ്ങൾ എത്ര സെക്യുലറായിട്ട് നിൽക്കുന്നോ അത്രയും ഞങ്ങൾക്ക് വോട്ട് കിട്ടും. DMKക്ക് പറ്റിയൊരു ഒപ്പോണൻ്റായിട്ട് ഞങ്ങൾ നിന്നാൽ മാത്രമേ ജനങ്ങൾ സ്വീകരിക്കൂ. പക്ഷേ അവർക്കത് കഴിയുന്നില്ല. അവർ വീണ്ടും BJPയുമായിട്ട് കൈകോർക്കുന്നു, പലപ്പോഴും തിരിച്ചടി നേരിടുന്നു. അവരിൽ തന്നെ തലയെടുപ്പുള്ള നേതാക്കളില്ല. അപ്പോൾ എടപ്പാടി പളനിസ്വാമി ഒരു റീജിയണൽ ലീഡറായിട്ടാണ് കരുതപ്പെടുന്നത്. ഒരു പാൻ തമിഴ്നാടു അപ്പിയറൻസോ സാന്നിധ്യമോ അദ്ദേഹത്തിനില്ല. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള ക്രൈസ് അവർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് BJP ആ ഗ്യാപ്പിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നത്, AIDMKയുടെ ഗ്യാപ്പിൽ. അപ്പോൾ തമിഴ്നാട്ടിൽ എന്ത് സ്ട്രാറ്റജി ആയിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് BJPക്ക് കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അണ്ണാമലൈ വന്നത് തന്നെ തിരിച്ചടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഉടനെ എടുത്തു മാറ്റി പുതിയ ആളെ വയ്ക്കുന്നു. അങ്ങനെ പലതരം സ്ട്രാറ്റജികൾ RSS അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പൂർണ്ണമായ നോർത്ത് ഇന്ത്യൻ വർഗീയതയല്ല, ഒരു വർഗീയ ശൈലിയിലല്ല BJP തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നത്. കുറേ കൂടി ഒരു ആം ആദ്മി പാർട്ടി മോഡലിലാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുക, അഴിമതി ഉണ്ടോയെന്ന് പരിശോധിക്കുക, DMK ഒരു ഡിനാസ്റ്റിയാണെന്ന് പറയുക. അങ്ങനെ ആ രീതിയിലാണ്. ഈവൻ ദ്രാവിഡ പൊളിറ്റിക്സിനെ പോലും കടന്നാക്രമിക്കാത്ത രീതിയിൽ ഇപ്പോൾ RNDV പോലുള്ള ഗവർണർമാരൊന്നും എന്തെങ്കിലും പറഞ്ഞാൽ പോലും BJP നേതാക്കൾ അവിടെ ദ്രാവിഡ പൊളിറ്റിക്സിനെ പോലും ഒന്നും പറയുന്നില്ല. അവിടെയാണ് ഒരു പുതിയ സാന്നിധ്യമായിട്ട് വിജയ് വരുന്നത്. വിജയ് വരുമ്പോൾ അവിടെ
സ്കോപ്പില്ലാതായി മാറുന്നത് ബി ജെ പിക്കാണ്. കാരണം ആ പ്ലേസിലേക്ക് AIADMKയുടെ പ്ലേസിലേക്ക് TVK കടന്നു വരികയാണ്, കടന്നു കയറി നിൽക്കുകയാണ്. അപ്പോൾ വിജയെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ വിജയ്ക്ക് ക്ഷതമേൽപ്പിക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കുക? അത് BJP ആണ്, കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഇന്ത്യയിൽ ഫിലിം സെൻസർഷിപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രയോഗമാണ്, അത് രാഷ്ട്രീയ ആയുധമാണ്. ഇപ്പോൾ അതിനിരയാവുന്നത് വിജയാണെന്നേ മനസ്സിലാക്കേണ്ടത്. യെസ്, ഈ ജനനായകനുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ് താരലോകത്ത് നിന്ന് അത്ര വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ തന്നെ ശിവകാർത്തികൻ, വിശാൽ എന്നിവരൊക്കെ ഇതിൽ നടപടി ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. അതിൽ വിശാൽ പറയുന്ന ഒരു പ്രധാന കാര്യം, ഇനി ഇതിപ്പോൾ ഇങ്ങനെ പ്രചരിച്ചു, അതിനേക്കാൾ നല്ല OTT റിലീസ് ചെയ്തുകൂടെ എന്നാണ്. അപ്പോൾ അത്തരം ഒരു നീക്കം ജനനായകൻ ഉണ്ടാകുമോ എന്നാണ് നമുക്കറിയാനുള്ളത്.